സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വന്നിരിക്കുന്ന ഒരു വീഡിയോ, മനോഹരമായ ഒരു വീഡിയോ ആണ്. നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള മമ്മൂക്കയെ പറ്റിയ ഒരു കാര്യം തന്നെയാണ് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്ക വയനാട് ടൗൺഷിപ്പ് എന്ന് പറയുന്ന നമ്മുടെ ഇടതുപക്ഷ സർക്കാർ നടപ്പിലാക്കിയ ടൗൺഷിപ്പ് എന്ന് പറയുന്ന ഒരു പദ്ധതി കാണാനായിട്ട് വയനാട്ടിലേക്ക് പോവുകയും അവിടെ സന്ദർശനം നടത്തുന്ന സമയത്ത് മമ്മൂക്കയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ വരുന്ന സമയത്ത് മമ്മൂക്കയെ എടുത്തു പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇടതുപക്ഷ അനുഭാവിയാണ് മമ്മൂക്ക എന്നുള്ളത് നമുക്കറിയാം. അതായത് മമ്മൂക്കയുടെ രാഷ്ട്രീയം ഈ കമ്മ്യൂണിസം ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിന്റെ പേരിൽ തന്നെ അദ്ദേഹത്തിനെ പലരും പല രീതിയിൽ വേട്ടയാടുന്നതായിട്ടുള്ള കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നതാണ്. മമ്മൂക്ക ഒരു കമ്മിയുടെ അടിമയാണ്. ആ അടിമയായതുകൊണ്ടാണ് നാഷണൽ അവാർഡ്, അല്ലെങ്കിൽ ഈ പറയുന്ന നാഷണൽ അവാർഡ് കമ്മികളല്ല, സംഖ്യകളാണല്ലോ. ആ ഒരു അടിമയായതുകൊണ്ടാണ് മമ്മൂക്കയ്ക്ക് മികച്ച നടനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് കിട്ടുന്നത്. സംസ്ഥാന സർക്കാരിന്റെ എല്ലാ പരിപാടികളിലും മമ്മൂക്ക ഓടിച്ചെന്ന് കയറി കൊടുക്കുന്നതെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു പല ആളുകളുടെയും മെഴുകലുകൾ വന്നിരുന്നത്. എന്നാൽ മമ്മൂക്ക എന്താണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മമ്മൂക്കയുടെ പലതരത്തിലുള്ള പ്രസ്താവനകളിൽ കൂടി എല്ലാം വ്യക്തമായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, ദാരിദ്ര്യ നിർമ്മാർജ്ജന അല്ലെങ്കിൽ അതിദാരിദ്ര്യ മുക്ത കേരളം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇടതുപക്ഷ സർക്കാർ സംഘടിപ്പിച്ച ഒരു പരിപാടി, ആ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് മുഖ്യ അതിഥിയായിട്ട് എത്തിയത് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള മമ്മൂക്കയായിരുന്നു. ആ പരിപാടിയിൽ, ആ വേദിയിൽ വെച്ച് തന്നെ മമ്മൂക്ക എല്ലാ ഇടതുപക്ഷ അനുഭാവികളും നമ്മുടെ മുഖ്യമന്ത്രി അടക്കം എല്ലാ ആളുകളും ഇരിക്കുമ്പോൾ അവരുടെ മുൻപിൽ വെച്ച് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. ഏറെ ചർച്ച ചെയ്യപ്പെട്ട, ഒരുപാട് ആളുകൾ പല രീതിയിൽ വ്യാഖ്യാനിച്ചൊരു കാര്യമായിരുന്നു കേട്ടോ അത്. എന്താണ് മമ്മൂക്ക പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിദാരിദ്ര്യം മാത്രമേ ഇന്ന് മാറിയിട്ടുള്ളൂ. ദാരിദ്ര്യം ഇപ്പോഴും നമ്മുടെ മുൻപിൽ, അല്ലെങ്കിൽ നമ്മുടെ പടിക്കെട്ടിന്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. അതും കൂടി മാറിയെങ്കിലേ നമ്മുടെ നാട് സുന്ദരമാവുകയുള്ളൂ. ഈ അതിദാരിദ്ര്യമെല്ലാം മാറിയെന്ന് നമ്മൾ സ്വയമേ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആഘോഷിക്കുമ്പോഴും അതിദാരിദ്ര്യം മാത്രമേ മാറിയിട്ടുള്ളൂ, ദാരിദ്ര്യം ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളത് മമ്മൂക്ക അവരുടെ എല്ലാവരുടെ മുൻപിൽ വെച്ചാണ് പറഞ്ഞത്. അത് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ആളുകൾ മമ്മൂക്ക പറഞ്ഞത് അവരുടെയൊക്കെ മുൻപിൽ വെച്ച്, അല്ലെ ഇത്രയും വലിയ മന്ത്രിമാരുടെയൊക്കെ മുൻപിൽ വെച്ച് അവർ വിളിച്ച പരിപാടിയിൽ വെച്ചിട്ട് ഈ രീതിയിൽ പറയണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുടെ ഗട്ട്സ് ചില്ലറയൊന്നുമല്ല എന്ന ആ ഒരു വാർത്ത കണ്ടപ്പോൾ തന്നെ പറഞ്ഞതാണ്. എന്നിട്ട് ഇന്നിപ്പോ വയനാട് മമ്മൂക്ക സന്ദർശിച്ച സമയത്ത് മമ്മൂക്ക പറഞ്ഞൊരു കാര്യം കൂടി ശ്രദ്ധേയമാണ്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇത് നമ്മുടെ ജനങ്ങളുടെ മനസ്സാണ് കാണുന്നത്, ജനങ്ങളിൽ നിന്ന് പിരിച്ച കാശാണല്ലോ സർക്കാർ കൊടുക്കുന്നത്. വയനാട് ടൗൺഷിപ്പ് സന്ദർശിച്ച് മമ്മൂട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. ആ ഒരു വീഡിയോ കൂടെ ഞാൻ നിങ്ങളെ എന്തായാലും കാണിച്ചു തരാം. ആ വീഡിയോ കൂടെ കണ്ടിട്ട് നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. സർക്കാരിന്റെ പ്രവർത്തനമൊക്കെ മനുഷ്യനെ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇതാണ് നമുക്ക് പ്രാഥമികമായിട്ട് ആവശ്യമുള്ളത്. വസ്ത്രവും ഭക്ഷണം മാത്രം കിട്ടുന്നവരുണ്ട്, ഭക്ഷണവും പാർപ്പിടവും വസ്ത്രവും കിട്ടുന്നവരുണ്ട്, ഇത് മൂന്നും കിട്ടുന്നവരുണ്ട്. പക്ഷെ അപൂർവമായിട്ട് മാത്രമേ ഇങ്ങനെ പാർപ്പിടം, ഒരു ജനത, ഒരു നാട്ടിലെ ജനങ്ങൾ മുഴുവൻ എല്ലാരും ചേർന്ന് ഇങ്ങനെ നിരാശ്രയരായ ഇങ്ങനെ ഒരു ലാഭത്ത് സംഭവിച്ച ആളുകൾക്ക് വേണ്ടി സംഭാവന ചെയ്തുണ്ടാക്കിയത് ജനങ്ങളുടേതാണ്. അപ്പൊ നമ്മുടെ ജനങ്ങളുടെ മനസ്സാണ് ഈ കാണുന്നത്. കേരളത്തിലെ ജനങ്ങളിൽ നിന്ന് പിരിച്ച കാശാണല്ലോ സർക്കാർ കൊടുക്കുന്നത്. ജനങ്ങൾ അല്ല, അത് നമുക്കറിയില്ല. ജനങ്ങൾ നമ്മൾ കൊടുത്തതാണ്, നമ്മുടേതാണ്. കേരളത്തിന്റെ ഒരു എന്താ പറയാ, സോഷ്യൽ ക്യാപിറ്റൽ, സാമൂഹ്യ മൂലധനമാണ് ഈ കാണുന്നത്. നമ്മുടെ മറ്റുള്ളവരോടുള്ള അനുതാപവും സഹതാപവും ഉണ്ടെന്നുള്ളത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ ക്യാപിറ്റൽ ഉള്ളത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം സർക്കാരിന്റെ പ്രവർത്തനമൊക്കെ കണ്ടില്ലേ. എല്ലാവരും ഞങ്ങളാണ് ഇത് ചെയ്തത്, ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോഴും, അങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്നില്ല, ബാക്കിയുള്ള ആളുകളൊക്കെ പറയുമ്പോഴും മമ്മൂക്ക അവിടെ എടുത്ത് പറയുന്നത് ഇത് നമ്മുടെ എല്ലാവരുടെയും വിജയമാണ്, അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടി നിർമ്മിച്ച, അല്ലെ നമ്മളെല്ലാവരും കൂടി ഈ സാക്ഷാത്കരിച്ച ഒരു പുനർജീവനം, അല്ലെ അതിജീവനത്തിന്റെ പാതകളുടെ ഒരു നേർക്കാഴ്ചയാണെന്നാണ് മമ്മൂക്ക പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ദീർഘവീക്ഷണമുള്ള ഒരു മമ്മൂക്ക തന്നെയാണ് നമുക്ക് എല്ലായ്പ്പോഴും അറിയാം. എല്ലാ തവണയും മമ്മൂക്ക ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ആ കാര്യങ്ങളെ പറ്റിയൊക്കെ വളരെയധികം വ്യക്തമായിട്ട് എല്ലാം വിശകലനം ചെയ്ത് എന്തൊക്കെ എങ്ങനെ പറയണം, എവിടെ ഏത് രീതിയിൽ പറയണം, എന്തൊക്കെയാണ് ഏത് രീതിയിൽ പറഞ്ഞാലാണ് ശരിയാവുക എന്നെല്ലാം കൃത്യമായിട്ട് അറിയാവുന്ന ഒരു മനുഷ്യനായിരുന്നു മമ്മൂട്ടി. ആ മമ്മൂട്ടി, അല്ലെങ്കിൽ ആ ഒരു മമ്മൂക്ക ഈ ഒരു കാര്യത്തിലും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതായത് സർക്കാർ നല്ലൊരു രീതിയിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തെങ്കിലും ഇത് സാധാരണക്കാരായിട്ടുള്ള കൂലിപ്പണിക്ക് പോകുന്ന ആളുകൾ വരെയും ഇതിൽ സംഭാവന ചെയ്തിട്ടുണ്ടെന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്. കോടികളൊക്കെ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. എന്നാലും അദ്ദേഹം പറയുമ്പോൾ എല്ലാ ജനങ്ങളും തുല്യരാണ്, എല്ലാ ജനങ്ങളും ഈക്വലായിട്ട് ഈ ഒരു കാര്യത്തിൽ വേണ്ടിയിട്ട് സംഭാവന ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്.
ഇങ്ങനെയൊക്കെ പറയാൻ കാണിക്കുന്ന മനസ്സ്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുക എന്ന് പറയുന്നത്, അത് ഇദ്ദേഹത്തിനെ പോലെയുള്ള മനുഷ്യർക്കേ പറ്റുള്ളൂ, വേറെ ആർക്കും പറ്റില്ല. ഇപ്പോൾ ലാലേട്ടന് പോലും പറ്റില്ല എന്നുള്ളൊരു സാരമാണ് കേട്ടോ, നല്ലൊരു സത്യാവസ്ഥയാണത്. അപ്പോൾ ഇതിന് ശേഷം വേറെ വീഡിയോസ് വന്നിട്ടുണ്ട്, മമ്മൂക്ക അവിടേക്ക് ചെല്ലുന്നത്, മമ്മൂക്ക അവിടെ വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല, മമ്മൂക്ക വന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ കാണിച്ചു തരാം. കണ്ട് പഠിയടാ മക്കളെ, അതിജീവനത്തിന്റെ നഗരത്തിലേക്ക് മമ്മൂക്ക എത്തിയിരിക്കുകയാണ്. അവിടെയുള്ള ആളുകളെ കാണാനും അവർക്കെല്ലാം ഒരു ആശ്വാസ വാക്ക് പകരുവാനും അവരോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കാനും ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ഒരാള് മലയാള സിനിമയിലെന്നല്ല, മറ്റേത് സിനിമയിൽ, അന്യഭാഷ ഏതുമായിക്കോട്ടെ, ഒരാളെ നിങ്ങളൊന്ന് ചൂണ്ടിക്കാണിച്ചു തരൂ. ഒരാളെ ഒന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരണം. കാരണം ഇതുപോലെ ഒരാള് മമ്മൂക്ക മാത്രമേ ഉണ്ടാവുകയുള്ളൂ, വേറെ ഒരാളും ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ അത് തന്നെയാണ് ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്. ചിലപ്പോൾ വിജയ് സേതുപതി, വിജയ് അങ്ങനെയുള്ള ആളുകളൊക്കെ കാണും. എന്നാൽ ഇതുപോലെ ഒരു ജിന്ന്, അല്ലെ ഇതുപോലെ ഒരു മനുഷ്യൻ, അത് ഇയാൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അയാളുടെ പേരാണ് മമ്മൂട്ടി. ഇങ്ങനെ ഒരു മനുഷ്യൻ എന്താ പറയുക, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും വേണ്ടി ചെയ്തു കൊടുക്കുന്ന ഒരു അപൂർവ ഇതിഹാസം, അല്ലെങ്കിൽ ഒരു ദൈവതുല്യനായ ഒരു മനുഷ്യൻ. ഞാനിത് പറയുമ്പോൾ പലരും പറയും, ഇങ്ങനെ ദൈവമായിട്ടൊന്നും പറയരുതേ മോനെ, ഇത് മമ്മൂട്ടി ഒരു മനുഷ്യനാണ്, ഇങ്ങനെ വെറുതെ പറഞ്ഞു പറഞ്ഞ് ദൈവമാക്കാൻ ശ്രമിക്കില്ല എന്നൊക്കെ പറയും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഒരു ദൈവം എല്ലാം സങ്കല്പമാണല്ലേ. ഭയം, ഭക്തി, ബഹുമാനം, ഇതൊക്കെ ഒരു സങ്കല്പവും ബഹുമാനം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇതൊക്കെ ഈ ഒരു രണ്ട് കാര്യങ്ങളിൽ നമുക്കൊരു സങ്കല്പത്തിൽ പോകുന്നുണ്ടെങ്കിൽ, നമ്മുടെ കൺമുൻപിൽ കാണുന്നത് നല്ല പ്രവർത്തികൾ ചെയ്യുന്ന ഒരാളെ നമുക്ക് ദൈവം എന്ന് പറഞ്ഞുകൂടെ? കാരണം ദൈവം എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ്, ഭയം എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ് അല്ലേ. ഈ രണ്ട് സങ്കല്പങ്ങളെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ മുൻപിൽ ഒരു നല്ല പ്രവൃത്തി ചെയ്യുന്ന ഒരു മനുഷ്യനെ ദൈവമാണ്, അല്ലെ ദൈവമായിട്ട് കാണുന്നതിൽ എന്തിനാണ് വിശ്വസിക്കുക എത്ര ബുദ്ധിമുട്ട്, എന്തിനാണ് അവിശ്വസിക്കുന്നത്? അപ്പോൾ അങ്ങനെയുള്ളൊരു മനുഷ്യനായതുകൊണ്ടാണ് ഞാൻ ദൈവം എന്ന് പറയുന്നത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന, ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ മറ്റുള്ളവരുടെ കണ്ണിലെ സന്തോഷം, അല്ലെ മറ്റുള്ളവരുടെ മനസ്സിലെ സന്തോഷം കണ്ടിട്ട് അതിൽ ആനന്ദം കൊള്ളുന്ന അങ്ങനെ ഒരു മനുഷ്യനായതുകൊണ്ടാണ് ഞാൻ ഇദ്ദേഹത്തെ പറ്റി അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വേറെയും കുറച്ച് വീഡിയോസ് ഉണ്ട്. മമ്മൂക്ക ആ ഒരു അതിജീവനത്തിൻ്റെ നഗരത്തിലേക്ക് എത്തിയ, അല്ലെ ഒരു നമ്മുടെ ഇടതുപക്ഷ സർക്കാർ പ്രാവർത്തികമാക്കിയ അല്ലെങ്കിൽ യാഥാർത്ഥ്യമാക്കിയ ആ ഒരു ടൗൺഷിപ്പ് പദ്ധതി കാണാനായിട്ട് അദ്ദേഹം എത്തിയ ഒരു വേറൊരു വീഡിയോ, അതുകൂടെ ഞാൻ കാണിച്ചു തരാം. മമ്മൂക്ക അവിടെ എല്ലാം കറങ്ങി ഒന്ന് കാണുകയാണ്. ഒരു കമ്മ്യൂണിറ്റി ഹാള് വരുന്നുണ്ട്, ഒരു ഡിസാസ്റ്റർ മെമ്മോറിയല്. മമ്മൂക്ക അവിടെ പറഞ്ഞൊരു കാര്യം ഒരിക്കൽ കൂടി ഒന്ന് കേട്ടു. ഒരു കമ്മ്യൂണിറ്റി ഹാള് വരുന്നുണ്ട്, ഒരു ഡിസാസ്റ്റർ മെമ്മോറിയല്. നിങ്ങൾ എപ്പോഴും എൻ്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വന്നതാണെന്ന് മറ്റുള്ളവർ വിചാരിക്കും, അങ്ങനെ നടക്കണ്ട എന്നുള്ളതാണ് മമ്മൂക്ക അവിടെ പറയുന്നത്. അത് എന്തിനു വേണ്ടി പറഞ്ഞു, ആർക്ക് വേണ്ടി പറഞ്ഞു എന്നുള്ളത് അവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ മമ്മൂക്ക ആ ഒരു നഗരത്തിൽ കൂടി, അല്ലെങ്കിൽ ആ ഒരു ടൗൺഷിപ്പ് പദ്ധതി യാഥാർത്ഥ്യമായൊരു സ്ഥലത്തു കൂടി അതിജീവനത്തിൻ്റെ പാതയിലേക്ക് തിരികെ വന്ന ആളുകൾക്കൊപ്പം, അല്ലെങ്കിൽ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് കാണുന്നത്. നമുക്കറിയാം, ഇടുക്കിയിൽ ഒരു മണ്ണിടിച്ചിലിൽ കാല് നഷ്ടമായ ബിന്ദു എന്ന് പറയുന്ന ഒരു അമ്മ, ഒരു വീട്ടമ്മ, ആ അമ്മയുടെ കാല് പകരം വേറൊരു കാല് വെച്ച് കൊടുക്കാനും ആ അമ്മയുടെ പൂർണ്ണമായിട്ടുള്ള എല്ലാ ചികിത്സാ ചെലവുകളും ഏറ്റെടുത്ത് വഹിച്ചത് നമ്മുടെ മമ്മൂക്കയായിരുന്നു. അതിനുശേഷം മമ്മൂക്ക ആ അമ്മയെ കാണാനായിട്ട് ആ വീട്ടിലേക്ക് പോകുന്നു, അല്ല ആശുപത്രിയിലേക്ക് പോകുന്നു. അവിടെ പോയി അമ്മയെ കണ്ടതിന് ശേഷം ആ അമ്മയ്ക്ക് ആ അമ്മ മമ്മൂക്കയെ കാണാനായിട്ട് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ മമ്മൂക്കയെ കണ്ട് മമ്മൂക്ക അമ്മയുടെ കൈയും പിടിച്ച് മമ്മൂക്ക നടത്തിക്കുന്ന ഒരു രംഗമൊക്കെ നമ്മൾ കണ്ടാണ്, നമ്മൾ ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ശേഷമാണ് വീണ്ടും മമ്മൂക്ക ഇന്ന് ഈ ഒരു പദ്ധതി, അല്ലെ ഈ ഒരു പരിപാടിയിലേക്ക് വീണ്ടും വരുന്നത്. ഒരുപാട് ആളുകൾക്കിടയിൽ, നിസ്സഹായരായ ഒരുപാട് ആളുകൾക്കിടയിലേക്ക് ഒരു വെളിച്ചം പകരാൻ തന്നെ ആയിരിക്കണം മമ്മൂക്ക അവിടേക്ക് വന്നത്. അത് തന്നെയായിരിക്കും മമ്മൂക്കയെ കൊണ്ടുവരുന്നതിൽ കൂടി ഇടതുപക്ഷ സർക്കാരും അതിലുള്ള അനുഭാവികളുമൊക്കെ പ്രതീക്ഷിച്ചല്ല വിചാരിച്ചത്. എന്തായാലും വന്നത് അങ്ങനെ തന്നെയാണ്. അതേ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട്. മമ്മൂക്ക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു തേജസ്, അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞ ഒരു പ്രകാശമാണ്.
എല്ലാം നഷ്ടമായി എന്ന് വിചാരിക്കുന്ന, എല്ലാം ഇരുട്ടാണ്, ഇനി അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്നൊക്കെ വിചാരിച്ച് ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ആളുകൾക്ക് എന്നും ഒരു തുണയായി, എന്നും ഒരു വെളിച്ചമായി, എന്നും ഒരു പ്രകാശമായി അങ്ങനെ മമ്മൂക്ക നിറഞ്ഞു നിൽക്കുകയാണ്, കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാഴ്ച തന്നെയാണ് ഈ ഒരു അതിജീവനത്തിൻ്റെ പാതയിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ അതിജീവനത്തിനായിട്ട് വന്ന് ഒരുപാട് ആളുകൾ കൂടി താമസിക്കുന്ന, അല്ല അവർക്ക് വേണ്ടി ഇടതുപക്ഷ സർക്കാർ നിർമ്മിച്ചു കൊടുത്തിരിക്കുന്ന ടൗൺഷിപ്പ് കാണാനായിട്ട് എത്തിയതും അവിടെ സംസാരിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെയൊക്കെ കാരണങ്ങൾ തന്നെയാണ്. അപ്പം ഇങ്ങനൊരു മനുഷ്യനെ പറ്റിയാണ് പല ആളുകളും അപവാദങ്ങളും അപരാധങ്ങളും ഒക്കെ പറയുന്നത്. അങ്ങനെ പറയുന്ന ആളുകളോട് നമസ്കാരം. അത് ഏത് വിരൽ കൊണ്ടോ കൈ കൊണ്ടോ കൊടുക്കണമെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ വിചാരിക്കുക. എന്തൊക്കെ ചെയ്താലും മോശമെന്ന് പറയാനായിട്ട് ഒരു കൂട്ടം ആളുകൾ വേറെയുമുണ്ട്. ഈ കമൻറ്റ് ബോക്സിൽ 10 കമൻറ്റ് നല്ലത് വന്നാൽ ബാക്കി 10 കമൻറ്റ് മമ്മൂട്ടിയെ പറ്റി അല്ലെങ്കിൽ മമ്മൂക്കയെ പറ്റി മോശമായിട്ട് പറയുന്ന ആളുകളുടെയാണ്. എന്തായാലും അവരെയൊക്കെ അവരുടേതായിട്ടുള്ള വഴിക്ക് വിട്ടേക്കുക. മൈൻഡ് ചെയ്യണ്ട. തെരുവുനായി എവിടെയെങ്കിലും കിടന്ന് കുറച്ചിട്ട് കുറച്ച് കഴിയുമ്പോൾ കഴിക്കുമ്പോൾ അങ്ങ് പൊക്കോളും. ഇവറ്റകളെ നമ്മൾ എന്തെങ്കിലും പറയാൻ പോയാലോ പിടിക്കാൻ പോയാലോ അടിക്കാൻ പോയാലോ ഒക്കെ പ്രശ്നമാണ്. അപ്പോൾ കുരയ്ക്കുന്നവർ എത്ര വേണമെങ്കിലും കുരച്ചോട്ടെ. ചെയ്യേണ്ട കാര്യങ്ങൾ മമ്മൂക്ക ചെയ്തുകൊണ്ടേയിരിക്കും. അത് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെ പറയുന്നത് പോലെ മമ്മൂക്ക കേരളത്തിലെ ജനങ്ങളോട് അത്രമാത്രം സ്നേഹമുള്ളത് കൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇനിയും ഒരുപാട് കാലം ഈ കാര്യങ്ങൾ ചെയ്യാനും നമ്മളെയൊക്കെ മലയാള സിനിമയിൽ കൂടിയും മറ്റുള്ള ഏത് ഭാഷ സിനിമ ആയിക്കോട്ടെ എല്ലായിടത്തിൽ കൂടിയും ബിഗ് സ്ക്രീനിൽ കൂടിയൊക്കെ ത്രസിപ്പിക്കാനും വിസ്മയിപ്പിക്കാനും സാധിക്കട്ടെ. അതിനുള്ള ആയുസ്സും ആരോഗ്യവും എന്നും മമ്മൂക്കയ്ക്ക് ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ.